എന്താ നിന്റെ ഉദ്ദേശം? അതിന് ഞാൻ നേരത്തെ പറഞ്ഞത്, നീ ഞാനില്ലാതെ എവിടെയും പോകില്ല. നീ എവിടെ പോയാലും ഞാനും ഉണ്ടാവും. സിമ്പിൾ. ഇതെന്താ തമാശ കളിയാന്ന് വിചാരിച്ചു? നിനക്ക് തമാശ കളിക്കാൻ എന്നെ കിട്ടില്ല. എനിക്കതിന് സമയവും ഇല്ല. മര്യാദക്ക് വീട്ടിൽ പോകാൻ നോക്ക്, അതാ നിനക്ക് നല്ലത്. എങ്കിൽ ശരി, നീയും വാ, നമുക്ക് ഒരുമിച്ച് വീട്ടിൽ പോകാം. മമ്മിയോടെ കാത്തിരിക്കുന്നുണ്ടാവും. നിന്നോടല്ലേ പച്ച മലയാളത്തിൽ ഞാൻ അങ്ങോട്ട് ഇല്ലെന്ന് പറഞ്ഞത്? നിനക്കെന്താ പറഞ്ഞാ മനസ്സിലാവാത്തെ? ഞാൻ അങ്ങോട്ട് ഇല്ല. എനിക്ക് ഇനി ആരെയും കാണുകയും വേണ്ട. ഓ, ഇനി ആ ഉണ്ടക്കണ്ണൂരിട്ട് പേടിപ്പിക്കൊന്നും വേണ്ട. വീട്ടിലേക്കല്ലേ പോകാൻ പറ്റാത്തുള്ളൂ. എങ്കിൽ പിന്നെ നമുക്ക് വേറൊരിടം വരെ പോകാം. നീ വിളിക്കുന്നിടത്തൊക്കെ വരെ ഞാനെന്താ നിന്റെ ഗേൾഫ്രണ്ടോ? അതിന് നീ എന്തിനിങ്ങനെ കിടന്ന് കിണിക്കുന്നേ? അതിന് ഞാൻ വല്ല തമാശയും പറഞ്ഞോ? ഓ, അപ്പൊ നിന്റെ ഉള്ളിലിരിപ്പ് ഇതായിരുന്നല്ലേ? ഇതല്ല എന്റെ ഉള്ളിലിരിപ്പ്. എന്റെ ഉള്ളിലിരിപ്പ് അത് വേറൊന്നാ. അത് നിന്നോട് പറയാൻ പറ്റത്തില്ല, പറയാൻ കൊള്ളത്തില്ല. കേറ്. അതെന്താ മിസ് ജിയോണ ജോൺ അബ്രഹാമിന് ഈ മെറിക് അബ്രഹാമിനെ പേടിയാണെന്നാണോ? പേടിക്കണ്ടോ, കേറ്. ഞാൻ നിന്നെ പിടിച്ച് വിഴുങ്ങാനൊന്നും പോകുന്നില്ല. ഓ, ഞാൻ വിചാരിച്ചു നീ എന്നെ അങ്ങ് പിടിച്ച് തിന്നോന്ന്. പറഞ്ഞു തന്നതിന് നന്ദി. എന്തായാലും ഞാൻ നിന്റെ കൂടെ വരാൻ പോകുന്നില്ല. വരുമെന്ന് നീ ചിന്തിക്കുകയും വേണ്ട, സ്വപ്നത്തിൽ പോലും ചിന്തിക്കേണ്ട. എനിക്ക് നിന്റെ കൂടെ വരുന്ന തീരെ താല്പര്യമില്ല. എവിടേക്കാന്ന് വെച്ചാ നീ ഒറ്റക്കങ്ങ് പോയാ മതി. ഞാൻ വരുമെന്ന് നീ വിചാരിക്കണ്ട. നിനക്കിനെ പേടിയാണെങ്കിൽ അത് പറഞ്ഞാ പോരെ കുക്കി. എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നേ? ഓ, ഞാൻ പറഞ്ഞില്ല എനിക്ക് നിന്നെ പേടിയൊന്നും ഇല്ലാന്ന്. പേടിക്കാൻ മാത്രം നീ അതിനെന്താ ഉള്ള? ആണോ? എങ്കിൽ നീ പ്രൂവ് ചെയ്ത് കാണിക്ക് നിനക്കെന്നെ പേടിയില്ലെന്ന്. എന്താ, പറ്റോ? എനിക്കറിയാം കുക്കി, നിന്നെ കൊണ്ടത് പറ്റില്ലെന്ന്. നിനക്കെന്നെ പേടിയാ, അതുകൊണ്ടല്ലേ നീ എന്റെ കൂടെ വരാത്തെ? വണ്ടെടുക്ക്, എങ്ങോട്ടൊന്ന് വെച്ചെടുക്ക്. ഇന്നത്തോടെ നിന്റെ പ്രശ്നം ഞാൻ തീർത്തു തരാം. ആന്റി എന്താ ഈ സമയത്ത് ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നേ? ആന്റി എന്താ കിടന്നില്ലേ? എന്ത് പറ്റി ആന്റി? അത് പിന്നെ റിക്സി, മെർക്ക് പോയിട്ട് കുറെ നേരായില്ലേ? അവൻ ഇതുവരെ വന്നില്ലല്ലോ. ഇനി അവള് വരാതിരിക്കോ റിക്സി? എനിക്ക് ആലോചിച്ചിട്ട് ഒരു സമാധാനമില്ല. എനിക്ക് ഉറക്കം വരുന്നില്ല. ഞാൻ അവരെ ഒന്ന് കണ്ടിട്ട് കിടക്കാന്നാ വിചാരിച്ച്. ഇതിപ്പോ കുറെ നേരായില്ലേ? നീ ഒന്ന് അവളെ വിളിച്ച് നോക്കോ? ആന്റി എന്തിനിങ്ങനെ ടെൻഷൻ അടിക്കുന്നേ? മെർക്ക് പോയിട്ടില്ലേ? അവൻ നോക്കിക്കോളും. ആന്റി ഇങ്ങനെ ടെൻഷൻ അടിക്കണ്ട. അവൻ അവളെ കൊണ്ടുവന്നോളും. ആന്റി പോയി കിടക്കാൻ നോക്ക്. അവര് വരുവാണെങ്കിൽ ഞാൻ ആന്റിയെ വിളിക്കാം. പറഞ്ഞൊക്കെ സത്യമാണോ? ഞങ്ങൾ കാരണമാണോ അവളിങ്ങനെയൊക്കെ? ആന്റിക്ക് ഓർമ്മയുണ്ടോ? ആന്റി കുക്കിയെ ജോലിന്റെ മമ്മിയെ ഏൽപ്പിച്ചു പോയ ദിവസം. അന്ന് അവൾക്ക് 1-2 വയസ്സേ ഉള്ളൂ. ബിസിനസ്സിനെ പറ്റിയോ ഫിനാൻഷ്യൽ പ്രോബ്ലത്തിനെ പറ്റിയോ ഒന്നും അവൾക്കന്നറിയില്ല. അവളന്ന് ചെറിയ കുട്ടിയാ. അവൾക്ക് ആകെ വേണ്ടിയിരുന്നത് നിങ്ങളെയായിരുന്നു. അന്ന് നിങ്ങൾ പോയ ദിവസം എനിക്കൊരിക്കലും മറക്കാൻ കഴിയില്ല. അന്ന് അവളെ പൊട്ടി കരഞ്ഞു. ആ കരച്ചില് നിർത്താൻ വേണ്ടി ഷോയിന്റെ മമ്മി എത്രത്തോളം കഷ്ടപ്പെട്ടെന്ന് എനിക്കറിയാം. ആന്റി ഒരുപാടൊന്ന് അവളെ സമാധാനപ്പെടുത്താൻ ശ്രമിച്ചു. അവള് നല്ലവണ്ണം തന്നെയാണ് നോക്കിയത്. എത്രയൊക്കെ നോക്കിയെന്ന് പറഞ്ഞാലും സ്വന്തം പാരൻസ് നോക്കുന്ന അത്രയും വരില്ലല്ലോ ആന്റി. ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഇതെല്ലാം ഞാനും അനുഭവിച്ചതല്ലേ. എന്നെയും എൻ്റെ പാരൻസ് ഇവിടെ നിർത്തിപ്പോയത് ആ ചെറിയ പ്രായത്തിൽ തന്നെയല്ലേ.
മറ്റാർക്കും അവളെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലെങ്കിലും എനിക്ക് അവളെ മനസ്സിലാക്കാൻ കഴിയും ആൻറ്റി. ഇത്ര നാൾ അവളെ കാത്തിരുന്നത് നിങ്ങളുടെ സ്നേഹം അത് മറ്റുള്ളവർക്ക് വിഭജിച്ചു കൊടുക്കുന്നത് കാണാൻ വേണ്ടി ആയിരുന്നില്ല ആൻറ്റി. അതവൾക്ക് മാത്രമായിട്ട് കിട്ടാൻ വേണ്ടിയായിരുന്നു. ഒരു തരത്തിൽ പറഞ്ഞ മെറുക്ക് പറഞ്ഞ സത്യം തന്നെയല്ലേ? ആ കുഞ്ഞു മനസ്സ് എത്രമാത്രം ഒന്ന് വേദനിച്ചു കാണും. അവൾക്ക് മാത്രം അവകാശപ്പെട്ട സ്നേഹമല്ലേ നിങ്ങളും മെറുക്കിനും മിയക്കും വിഭജിച്ചു കൊടുത്തത്. അവൾക്കത് അനുഭവിക്കാനുള്ള ഭാഗ്യം കിട്ടിയില്ലല്ലോ ആൻറ്റി. അതില് കുറച്ചെങ്കിലും തെറ്റ് നിങ്ങളുടെ ഭാഗത്തില്ലേ? വാ, ഇതൊക്കെ എന്താ മെറിക്? നീ എന്താ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നേ? ഇവിടെ മൊത്തം പൊടിയാണല്ലോ. വാ, ഞാനിവിടെ ക്ലീൻ ചെയ്തു തരാം. നീ ഇവിടെ ഇരുന്നു. Oh my God, നിനക്ക് വേറെ സ്ഥലം കിട്ടിയില്ലല്ലോ കൊണ്ടുവരാൻ. ഈ പ്രത്യേക പ്ലേസ് മാത്രം കിട്ടിയുള്ളൂ. അതൊക്കെ പോട്ടെ, ഇതാരുടെ പ്ലേസ്? എന്റെയാ. പണ്ടൊക്കെ മനസ്സിന് എന്തെങ്കിലും ഭാരം തോന്നിയാ ഞാനിവിടെയാ വന്ന് നിൽക്കാം. ഇവിടെ വരുമ്പോ വല്ലാത്തൊരാശ്വാസം. ബുൾഷിറ്റ്. ഈ കാട് നടക്കാണോ നീ ആശ്വാസം തേടാൻ വന്നേ? നിനക്ക് വേറൊരു സ്ഥലം കിട്ടിയില്ലേ? വല്ല മൃഗങ്ങളും വന്നാ എന്താ ചെയ്യാ? അതിന് നിനക്കെന്താ? എനിക്കെന്തെങ്കിലും പറ്റിയ അത് നിനക്ക് സന്തോഷമില്ലേ കോക്കി? പിന്നെ നീ എന്തിനാ ഇങ്ങനെ കിടന്ന് ആവലാതിപ്പെടുന്നേ? അതിനാരാ ആവലാതിപ്പെട്ടെ? എനിക്ക് വേറെ പണിയൊന്നുമില്ലല്ലോ നിന്നെ കുറിച്ച് ഓർത്ത് ആവലാതിപ്പെടാൻ. ഇതെന്താ ഇതൊക്കെ? നീ എന്താ വല്ല പാട്ട് ഓർക്കാൻ പോയോ? നിനക്ക് വേറൊരു സ്ഥലം കണ്ടില്ലേ മെറിക്? എന്തിനാ നീ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നേ? ഈ ചപ്പൻ ചോറും കാണിക്കാനാ? ചപ്പഞ്ചോറൊന്നല്ല കോക്കി, ഇതാ ഞാൻ. നീ കാണുന്നില്ലേ? ഇതാ ശരിക്കുള്ള നീ പറഞ്ഞ മെറിക്. അല്ല, അപ്പു. നിനക്ക് മെറിക്കിനെ അറിയാം, പക്ഷെ അപ്പുവിനെ അറിയില്ല. ഞാൻ ഇവിടേക്ക് വരുമ്പോ എന്റെ കൂടെ ഉണ്ടായിരുന്ന മിയയും അല്ല അമ്മുവും പിന്നെ ഈ കാണുന്നതുവാ. കയ്യിലുണ്ടായിരുന്ന കുറച്ച് പൈസയ്ക്ക് ഞാനിതൊക്കെ ഉണ്ടാക്കിയ. കാണിച്ചു തരാം നിനക്കെന്റെ ലോകം. ഇതൊക്കെ എന്താ? അവിടുന്ന് വന്നപ്പോൾ ഉണ്ടായിരുന്ന കുറച്ച് ഫോട്ടോസ്, എൻ്റെ അമ്മൂൻ്റെ. പിന്നെ ഇതെൻ്റെ ഒരു ഫ്രണ്ടാ. ഞങ്ങള് ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരുന്നു, ഒരുമിച്ചായിരുന്നു എപ്പോഴും. അവിടുന്ന് പോകുന്നതിൽ ഏറ്റവും കൂടുതൽ വിഷമം അവനെ കാണാൻ പറ്റില്ലല്ലോ എന്നോർത്തായിരുന്നു. അവനല്ലാതെ വേറൊന്നും എനിക്ക് അവിടെ ഇല്ല. എന്താണ് കുറച്ചുനാൾ വരെ അവൻ എനിക്കെന്നും കത്തൊക്കെ എഴുതുമായിരുന്നു. ഞാൻ തിരിച്ചും എഴുതുമായിരുന്നു. പിന്നീട് എപ്പോഴോ അതൊക്കെ നിന്നു. ഇപ്പോ എല്ലാം ഓർമ്മകൾ മാത്രമായി. എൻ്റെ പ്രിയപ്പെട്ടതാ ഞാനിവിടെ സൂക്ഷിച്ചേക്കുന്ന മൊത്തം. അതുകൊണ്ട് ഇവിടെ വരുമ്പോൾ വല്ലാത്തൊരു സുഖവും സ്വന്തം തോന്നുന്നവര് നമ്മുടെ കൂടെ ഉണ്ടാകുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു സുഖമില്ലേ? അങ്ങനൊരു സുഖം ഇതായിരിക്കുന്നില്ലേ? അതാ എൻ്റെ അമ്മമ്മ. അച്ഛനമ്മയും
വലിയ ഓർമ്മ ഒന്നുമില്ല. നീ ചെറുതായിരിക്കുമ്പോഴാണ് അവർ പോയത്. പിന്നെ ഞങ്ങളെ വളർത്തിയത് മൊത്തം അമ്മമ്മയാ. അമ്മമ്മയ്ക്ക് പപ്പയുടെ മമ്മയുടെയും വീട്ടിലായിരുന്നു ജോലി. അവിടെ ഫുഡൊക്കെ വെച്ച് അങ്ങനെ ഒരു ദിവസം അമ്മമ്മയ്ക്ക് വയ്യാണ്ടായി ഹോസ്പിറ്റലായത്. ക്യാൻസർ ആയിരുന്നു, ഫൈനൽ സ്റ്റേജ്. ആരും അറിഞ്ഞില്ല. എല്ലാം അമ്മമ്മ ആരെയും അറിയിച്ചില്ല എന്ന് പറയുന്നതായിരിക്കും ശരി. അറിയിച്ചാലും ഞങ്ങൾക്ക് ചെയ്യാനൊന്നും പറ്റില്ലായിരുന്നു. പോയി കഴിഞ്ഞപ്പോഴാ അറിയുന്നേ ക്യാൻസർ ആയിരുന്നു. അതുകൊണ്ടാണോ പപ്പ നിങ്ങളെ ഇങ്ങോട്ട് കൊണ്ടുവന്നേ? അന്ന് പപ്പ അങ്ങനെ ചോദിച്ചപ്പോ പറ്റുന്നത് പറയാൻ എനിക്കൊന്ന് സാധിച്ചില്ല. നീയുടെ കരച്ചിൽ കണ്ടപ്പോ എനിക്ക് തോന്നി ഇങ്ങോട്ട് വരുന്നതായിരിക്കും നല്ലതെന്ന്. അല്ലാതെ എന്ത് ചെയ്യണമെന്ന് എനിക്കൊന്നും അറിയില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ തോന്നുന്നു വന്നാ നന്നായെന്ന്. വന്നോണ്ടല്ലേ എനിക്ക് നിന്നെ കാണാൻ പറ്റിയത്. ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ എപ്പോഴെങ്കിലും കാണുമായിരുന്നോ? ഇഡിയറ്റ്. ഇതെന്താ മറി? നീ എന്തിനാ എന്റെ ഫോട്ടോ എടുത്ത് വെച്ചേക്കുന്നേ? നീയല്ലേ പറഞ്ഞ നിനക്ക് ഇഷ്ടമുള്ളൊരു റേഡി. നിനക്ക് പൊട്ടാണ്. എനിക്കിതൊന്നും ഇഷ്ടമല്ല. നിന്റെ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് എടുത്തു കളയുന്നതാണ് നിനക്ക് നല്ലത്. അല്ലാതെ ഇതേപോലെ ക്രീപ്പി. നീ ഞങ്ങളുടെ ഫോട്ടോ എടുത്തു വെച്ചിരിക്കുന്നു. ഞാനും നീയും മിയയുമുള്ള ഒരു ഫോട്ടോ എന്റെ മുറിയിലില്ലേ? അതിന് കുഴപ്പമൊന്നുമില്ലേ? നിനക്കത് സൂക്ഷിക്കെങ്കിൽ എനിക്ക് ഈ ഫോട്ടോ സൂക്ഷിക്കുന്നതിൽ എന്താ? നിന്നോട് ആരെ പറഞ്ഞ ഞാനിതൊക്കെ സൂക്ഷിക്കുന്നു? ഞാൻ ആരെ ഫോട്ടോ ഒന്നും സൂക്ഷിക്കുന്നില്ല. ശരിക്കും? അപ്പൊ നീ പറയുന്ന നിന്റെ കയ്യിൽ നമ്മുടെ മൂന്നുപേരും ഫോട്ടോ ഇല്ലെന്നാണോ? ചെറുപ്പത്തിലെടുത്ത ഒരുമിച്ചൊരു ദിവസം വാശി പിടിച്ചെടുത്ത ഫോട്ടോ, ആ ഫോട്ടോ നീ സൂക്ഷിക്കുന്നില്ലെന്നാണോ പറയുന്നേ? അങ്ങനെയെങ്കിൽ പിന്നെ ആ ഫോട്ടോ നിന്റെ മുറിയിൽ എങ്ങനെ വന്നേ? നീ എന്റെ മുറി കേറാറുണ്ടോ? ഞാൻ ഇല്ലാത്തപ്പോ നീ ഇപ്പൊ എന്റെ മുറി കയറി എന്റെ മുറിയിലെ സാധനങ്ങളൊക്കെ പരിശോധിക്കാറുണ്ടല്ലേ? ഇല്ലില്ല, ഞാനല്ല, മമ്മിയാ കേറിയ. നീ ഇല്ലാത്തപ്പോ മമ്മിക്ക് വല്ലാത്ത വിഷമം. അതുകൊണ്ട് നിന്റെ മുറി കയറിയിരിക്കും, ഒരുപാട് നേരം ഇരിക്കും. മമ്മി പറയും നിന്റെ മുറി കയറുമ്പോ നീ കൂടെയുള്ള പോലത്തെ ഒരു ഫീലാണ്. അങ്ങനെ മമ്മി കയറിയപ്പോ ഒരു ദിവസം കണ്ടതാ. എന്റെ കോക്കി, നീ സത്യം എത്രയൊക്കെ ഒളിപ്പിക്കാൻ ശ്രമിച്ചാലും അത് നിനക്ക് ഒളിപ്പിക്കാൻ കഴിയില്ല. നീ എത്രയൊക്കെ ഞങ്ങളോട് ദേഷ്യപ്പെട്ടാലും നിന്റെ ഉള്ളിൽ ആ സ്നേഹമുണ്ട്, അതെനിക്കറിയാം. അല്ലെങ്കിൽ നീ ഞങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ മറ്റുള്ളവരോട് ഫൈറ്റ് ചെയ്യില്ലല്ലോ. നീ പുറമെ ഇങ്ങനെയൊക്കെ കാണിക്കെങ്കിലും നിന്റെ ഉള്ളിൻ്റെ ഉള്ളിൽ എന്താന്ന് എനിക്ക് നന്നായി അറിയാം കുക്കി. ബുൾഷിറ്റ്. നീ എന്ത് വേണമെങ്കിലും കരുതിക്കോ, എനിക്കൊരു ചുക്കുമില്ല. നീ അങ്ങനെയാ വിചാരിക്കാൻ ഇഷ്ടപ്പെടുന്നെങ്കിൽ അങ്ങനെ വിചാരിച്ചു. എനിക്കെന്താ, ഞാൻ തന്നെ ഇതൊക്കെ നിന്നോട് എക്സ്പ്ലെയിൻ ചെയ്യുന്നേ. നീ അങ്ങനെ വിചാരിച്ച് സമാധാനപ്പെട്ടിരുന്നോ? എനിക്കാരും ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല. बादलों में घुल न जाए है जो लम्हे ठहरे ठहरे, दो दिलों में जज्ब कर ले सारे जज्बे गहरे गहरे। कल क्या पता
मिले ना मिले नजदीकियां हो साथिया, कल क्या पता मिले ना मिले नजदीकियां हो साथिया।